Okay. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പൈതഗോറസ് തിയറവും അതിന്റെ കോൺവേഴ്സും ആണ് അല്ലേ? അല്ലേ, പൈതഗോറസ് തിയറം ശരിക്കും പൈതഗോറസ് തിയറം എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത്? പറയടേ. എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത്? ഇപ്പൊ നമ്മള് ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, സി ഫോർ എക്സാമ്പിൾ ദിസ് വൺ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഇത് 90 ഡിഗ്രി ആംഗിളാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് സ്ക്വയേഴ്സ് അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഈ സൈഡിന്റെ ലെങ്ത് എ ആണെങ്കിൽ ഈ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് സ്ക്വയർ? ഈ യെല്ലോ ഷെയ്ഡഡ് ആയിട്ടുള്ള ആ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? ദ ലെങ്ത് ഓഫ് ദിസ് സൈഡ് ഈസ് ഇറ്റ് ഈസ് എ സ്ക്വയർ അല്ലേ? ആൻഡ് this length is taken as b. That is what is area of this square? b square. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ b square. അപ്പൊ ഈ രണ്ട് ഏരിയയുടെയും സം എന്തായിരിക്കും? അപ്പം മീൻസ് the sum of the squares of the side എന്ന് പറഞ്ഞാൽ a square plus b square. That must be equal to this length. Let it be c. Then c square കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ അതിന് ഏരിയ വൈസ് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഏരിയയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കണമെന്ന് അർത്ഥം ആണല്ലോ, അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ എൻ്റെ അർത്ഥം, അല്ലേടേ? ഈ രണ്ട് ഏരിയയും കൂടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കണം എന്നാണ് നമ്മൾ അതിനെ അർത്ഥമാക്കുന്നത്. നമുക്കിത് ഈ ഏരിയാസ് പീസ് ആക്കിയിട്ട് നമുക്ക് അവിടെ വലിച്ചിടാൻ പറ്റും. നമ്മളിത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നോക്ക്, കംപ്ലീറ്റ് ആയിട്ട് ആ രണ്ട് ഏരിയയും കൂടെ നമുക്ക് ഏതിനകത്ത് നിൽക്കുന്നുണ്ട്? ഈ ഏരിയയിനകത്ത് നിൽക്കുന്നത്. അതായത് ഈ സി സ്ക്വയർ എന്ന് പറയുന്നത് ഈ രണ്ട് ഏരിയയുടെയും സമ്മാണ്. ദിസ് ഈസ് വാട്ട് ഭാസ്കര സേസ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ പൈതഗോറസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്താണ്? സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ ടു സൈഡ്സ് ഇസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിന് തുല്യമാണ് മറ്റ് രണ്ട് സൈഡ്സിന്റെയും സ്ക്വയർ. ഇതായിരുന്നു നമ്മൾ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ കോൺവേഴ്സ് എന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു അതിന്റെ കോൺവേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? What is converse of Pythagoras theorem says? എന്തായിരുന്നു? എന്താണ് കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം പറയുന്നത്? എന്താണ് ഇവിടെ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? പറയൂ. കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം എങ്ങനെയായിരുന്നു സ്റ്റേറ്റ് ചെയ്തിരുന്നത്? എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്? In a triangle, if square of one side is equal to the triangle. That's very important. The triangle is not mentioned as what a right triangle. What to be proved here is the triangle mentioned here to be proved as a right triangle. Means you have to show what one of this angle of this triangle is 90 degree. For that, the given condition is what? Sum of the squares of two sides, a square plus b square, is found as c square. ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിലെ ഏതൊക്കെയോ രണ്ട് സൈഡിന്റെ സ്ക്വയേഴ്സ്, ഈ എയും ബിയും ആണെന്ന് വെച്ചോ, ഈ രണ്ട് സൈഡും ഇത് സിയും ആണെന്ന് വെച്ചോ. വി ഡോണ്ട് നോ വെദർ ദിസ് ട്രയാങ്കിൾ ഗിവൺ ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ഓർ നോട്ട്. ബട്ട് വൺ തിങ് വി നോ, വാട്ട് ദ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദിസ് ടു സൈഡ്സ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഏതോ രണ്ട് സൈഡിന്റെ സ്ക്വയർ എടുത്തപ്പോൾ that is equal to the square of the third side. This relation holds for this triangle. ഈ ട്രയാങ്കിളിന്റെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻ സാധ്യമാവുന്നുണ്ട്. അപ്പോൾ ഉടനെ നമ്മൾ പറഞ്ഞു എന്താ, അങ്ങനെയാണെങ്കിൽ this becomes the longest side and the angle opposite to this side, ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, and thereby it is a right triangle. അതാണ് നമ്മളുടെ കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം പറയുന്നത്. അതായത് ഈ റിലേഷൻ ഹോൾഡ് ചെയ്യുന്ന ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിൽ
ഏറ്റവും വലിയ സൈഡായ ഈ സി സ്ക്വയറിന് ഓപ്പോസിറ്റ്. ബിക്കോസ് ഇത് ഹൈപ്പോട്ടന്യൂസ് എന്ന് അപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഈ ഏറ്റവും വലിയ സൈഡായ ഈ സിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എത്രയായിരിക്കും എന്ന് പറയാ? 90 ഡിഗ്രി എന്ന് പറയാം. സോ ദിസ് ഈസ് വാട്ട് ദ കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം. സോ പ്ലീസ് നിങ്ങൾ ഇത് രണ്ടും നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോവാം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നോക്ക്, ഇതിനെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്നാണ് പറയുന്നത്. നമ്മളടുത്ത് അന്വേഷിക്കുന്നത് അതാണ്. സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഗിവൺ ബിലോ. ഡിറ്റർമിൻ വിച്ച് ഓഫ് ദം ആർ റൈറ്റ് ട്രയാങ്കിൾ. ഇൻ കേസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ്. സോ ദാറ്റ്സ് നോട്ട് എ ബിഗ് തിങ് ഫോർ യു എന്താ writing the length of the hypotenuse because it is the longest side in the triangle അല്ലേ? റൈറ്റ് ട്രയാങ്കിളിലെ ഏറ്റവും വലിയ സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ തന്നിരിക്കുന്നത് റൈറ്റ് ട്രയാങ്കിളിൻ്റെതാണോ എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയുക? ഹൗ ഡു വി ഡു ദാറ്റ്? പറയാവോ? ഹൗ ഡു വി ഡു ദിസ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിളിൻ്റെതാണ് അല്ലെങ്കിൽ എങ്ങനെ? ഏതെങ്കിലും ഒരു സൈഡിന്റെ സ്ക്വയർ മറ്റേ രണ്ട് സ്ക്വയറിന്റെ സമ്മിന് തുല്യമായിട്ട് വരണം. അപ്പൊ അവിടെ ഏതായിരിക്കണം ആ ഏതെങ്കിലും ഒരു സൈഡ് എന്ന് പറഞ്ഞത്? ഏതായിരിക്കും അങ്ങനെ ഒരു ഏറ്റവും ലെങ്ത് ഉള്ള സൈഡിനെ ആയിരിക്കണം നമ്മൾ അത് കാണേണ്ടത്. അപ്പൊ 25ന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് നോക്കാം. ഇറ്റ് ഈസ് 625 അല്ലെ? അപ്പൊ അടുത്തത് ഇനി, കാരണം ഇതാണല്ലോ ലോങ്സ്റ്റ്, ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ദ ലോങ്സ്റ്റ് സൈഡ് ബി ദ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 25 സ്ക്വയർ എടുത്ത് ആദ്യം കണ്ടുപിടിക്കും. അത് 625 കിട്ടി. ഇനി 7 സ്ക്വയറും 24 സ്ക്വയറിന്റെയും സമ്മ് കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഈസ് 7 സ്ക്വയർ? 49. 24 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 576. വാട്ട് ഈസ് ദ സം ഓഫ് ദീസ് ടു? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 625 അല്ലേ? So that means here you can see that the sum of the squares of the two sides is equal to the square of the third side അല്ലേ? അല്ലെങ്കിൽ square of one of its side is equal to the sum of the squares of the other two sides. So it is equal to 25 square. So what you can say from this? This is a Pythagorean triplet. ഇതിനെ എങ്ങനെ പറയാ? Pythagorean triplet. എന്താ പറയാ? Pythagorean triplet എന്നാ പറയാ. മനസ്സിലായില്ലേ? Pythagorean triplet. Pythagorean triplet എന്ന് പറയുന്നത് ഇതാണ്. Triplet means the three numbers. അവിടെ ഈ മൂന്ന് നമ്പർ നമ്മൾ Pythagorean triplet എന്നും പറയും. ഓക്കെ, ഇനി which is its hypotenuse? ഏതായിരിക്കും ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ്? ഏതാ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ്? 25 centimeter. 25 സെന്റിമീറ്റർ അല്ലെ? 25 സെന്റിമീറ്റർ ആയിരിക്കും, ബിക്കോസ് ദാറ്റ് ഈസ് ദ ലോങ്സ്റ്റ് സൈഡ്. അതാണല്ലോ നമുക്ക് കിട്ടിയത്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ദിസ് 25 സെന്റിമീറ്റർ സൈഡ് വിൽ ബി ദ റൈറ്റ് ആംഗിൾ. അത് നമുക്കറിയാം. അടുത്ത ഇത് 386 ആണോ? ആദ്യം നമ്മൾ 8ന്റെ സ്ക്വയർ എടുത്ത് നോക്കുക. എത്രയത്? 64. വാട്ട് ഈസ് 3 സ്ക്വയർ ആൻഡ് 6 സ്ക്വയർ സം? ഇറ്റ് ഈസ് ഈക്വൽ ടു 9 പ്ലസ് 36. വാട്ട് ഈസ് 9 പ്ലസ് 36? 45. Are they equal? The square of 8 is not equal to the sum of the squares of the other two. 3 square plus 6 square is not equal to what? 8 square. So what you can say? These three numbers, these are not Pythagorean triplets. അല്ലേ? Pythagorean triplet ആണോ? ആണോ? The Pythagorean triplet ആണോ? അല്ല അല്ലേ? And it is not the sides of a right triangle. Pythagorean triplet means that become the sides of a right triangle. അതാണ് അതിന്റെ പ്രത്യേകത. റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിട്ട് വരുന്ന ആ മൂന്ന് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. അതായത് ഇവര് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബട്ട് അത് PQR is a right triangle. PQR is a right triangle, right angled at P. Right angled at P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? PQR is a right triangle.
PQR is a triangle. See, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. So it is right angled at what? P. അപ്പോൾ പിയിൽ റൈറ്റ് ആംഗിൾഡ് ആണ്. അപ്പോൾ we mark the right angle first. Then the other two means angles or that vertices can be given later. അപ്പോൾ നമുക്ക് ഇത് Q ആണെങ്കിൽ ഇത് R ആയിരിക്കും, PQR. Okay, so it's okay അല്ലേ? Right angled at P and M is a point on QR. M is a point on QR. QRൽ ഒരു പോയിന്റ് ആണ് MR. Such that PM is perpendicular to QR. Okay. M is a point on QR and PM is perpendicular to QR. PM perpendicular to QR. Show that PM square is equal to QM into MR. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് PM square is equal to QM into MR. QM into MR എന്ന് പ്രൂവ് ചെയ്യണം. ഇത് നമ്മൾ എങ്ങനെ ഏതൊക്കെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടി വരും? PM square is equal to QM into MR പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച്. Which are the triangle to be shown as what? Similar to get this relation. ഇത് നിങ്ങൾ തന്നെ പറയണം. ബിക്കോസ് നമ്മൾ ഒരു സ്ക്വയർ റിലേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ആ പ്രൂഫിൽ നമ്മൾ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ഓർമ്മയുണ്ട്. അപ്പൊ അതുപോലെ ഇതൊന്ന് കൺസിഡർ ചെയ്തിട്ടൊന്ന് പറഞ്ഞു. Triangle PQM and PRM. Very good. ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യേണ്ടി വരും. ബിക്കോസ് that two triangles have the common side PM അല്ലെ? ആ കോമൺ സൈഡ് വെച്ചിട്ടായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും സിമിലർ ആണെന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ട്രയാങ്കിൾ വേണ്ടി വരും. ഏതാ ട്രയാങ്കിൾ എന്നറിയാം? ബിക്കോസ് ഇതിൽ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം ഇത് രണ്ടും 90 ഡിഗ്രി ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് PQRും PMRും PMQ. പക്ഷെ അതിനെ തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ ഈക്വൽ ആവണോ എന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം PMQവും QPRും തമ്മിൽ ഉള്ള റിലേഷൻ എഴുതുക. അതായത് ഇപ്പൊ A റിലേറ്റഡ് ടു B ആൻഡ് B റിലേറ്റഡ് ടു C ആണെങ്കിൽ A റിലേറ്റഡ് ടു C എന്ന് പറയാം. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇക്വലൻസിൽ നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറയും? ട്രയാങ്കിൾ PMQ സിമിലർ ടു ട്രയാങ്കിൾ, ആ വലിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ട്രയാങ്കിൾ PMR സിമിലർ ടു ട്രയാങ്കിൾ QPR പിന്നെയും നമ്മൾ കണ്ടുപിടിക്കില്ല. അപ്പൊ അതിന്റെ രണ്ടും ഒരേ ട്രയാങ്കിളിന് സിമിലർ ആകുമ്പോൾ ഈ 2 ട്രയാങ്കിൾ പരസ്പരം സിമിലർ ആവും. ശ്രദ്ധിക്കാനുള്ളത് ആ കറസ്പോണ്ടൻസ് കറക്റ്റ് ആയിട്ട് തന്നെ വരണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യോ? വിൽ യു ട്രൈ ഇറ്റ്? ഇത് ലോജിക്ക് മനസ്സിലായല്ലോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്നാണ്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് സിമിലാരിറ്റി കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് തോന്നുന്നു. ഇത് 2 ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളിന് സിമിലർ ആയതുകൊണ്ട് അവ പരസ്പരം സിമിലർ ആവും. പക്ഷെ അവിടെ എഴുതുന്ന കറസ്പോണ്ടൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ. ആ കറസ്പോണ്ടൻസ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതായത് വലിയ ട്രയാങ്കിളിന്റെ ആ പേര് ആദ്യം എഴുതുന്നത് തന്നെ സിമിലർ ആയിട്ട് രണ്ടാമത്തെ ട്രയാങ്കിളിന് കണ്ടെത്തണം. കേട്ടോ? ഒന്ന് ട്രൈ ചെയ്യോ? ട്രൈ ചെയ്യാൻ പറ്റൂടെ? ഓക്കെ. കിട്ടിയില്ലെങ്കിൽ നമുക്ക് നോക്കാം. So it's similar to this question, I think. See, ABD is a triangle right angled at A and AC perpendicular to B. Show that AB square is equal to BC into BD. Okay. This is what we proved in that. BC into BD. Then AC square is equal to BC into DC. അതാണ് നമ്മളിപ്പം ഈ ക്വസ്റ്റ്യനിൽ അതാണ് പ്രൂവ് ചെയ്യുന്നത്. AD square is equal to BD into BC. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാം. ആദ്യം ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും പ്രൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും പ്രൂവ് ചെയ്യുക. മറ്റത് ചെയ്ത് കാണിക്കണോടെ? കാണിക്കണോ? പ്രശ്നമില്ല. ഓക്കെ. എന്താണ് പറഞ്ഞോളൂ? ചെയ്യണമെന്നാ പറഞ്ഞേ? ഇത് ചെയ്യാം. അപ്പൊ പിന്നെ മറ്റത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, ട്രയാങ്കിൾ നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ PQM എടുക്കാം. ട്രയാങ്കിൾ PQM ഈസ് സിമിലർ ടു ഏതാണ്? PQM എന്ന് പറയുന്ന ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിന് ഏതുമായിട്ട് സിമിലർ ആയിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു. PQM
ഏതായിരിക്കും? കാരണം നമുക്കറിയാം ക്യൂ എം എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ് ഇവിടെ, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പി എം ക്യൂ എന്ന് എഴുതാം. അതായത് കുറച്ചും കൂടെ റൈറ്റ് ആംഗിൾ നടുക്ക് വരത്തക്ക രീതിയിൽ കൊടുക്കാം. പി എം ക്യൂ. അപ്പൊ നോക്കിയേ, ഇത് റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ വലിയ ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ ഏതാ? പി. അപ്പൊ അത് എന്തായിരുന്നാലും നടുക്ക് വരണം. ഓക്കെ, ഇവിടുത്തെ പി സെൻട്രലായിരിക്കും വരിക. പിന്നെ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഏതാ ആംഗിൾ ഉള്ളത്? ക്യൂ ഈസ് എ കോമൺ ആംഗിൾ, അല്ലേ? അല്ലേ, രണ്ടിലെ പി എം ക്യൂവിലും പിന്നെ ക്യൂ പി ആറിലും കോമൺ ആംഗിൾ ഏതാണ്? ഈ ക്യൂ അല്ലേ? അപ്പൊ ക്യൂ എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെയാണ്. അപ്പൊ ഇതിവിടെ ക്യൂ വരും. പിന്നെ ബാക്കി ഏതാ ഉള്ളത്? ആർ ഷുഡ് ബി ഹിയർ, അല്ലെ? ട്രയാങ്കിൾ പി എം ക്യൂ സിമിലർ ടു ട്രയാങ്കിൾ ആർ പി ക്യൂ. ശരിയല്ലേ? ബൈ എ. അടുത്തത് ഏതാ? ഈ ട്രയാങ്കിൾ എടുക്കാൻ. പക്ഷെ ഇതിന്റെ പേര് ആദ്യം എടുക്കരുത്. എന്താ കാര്യം എന്നറിയാം? ഹിയർ യു ഷുഡ് ഷോ ദാറ്റ് ട്രയാങ്കിൾ ആർ പി ക്യൂ സിമിലർ ടു എ ട്രയാങ്കിൾ ഹിയർ, എ സ്മോൾ ട്രയാങ്കിൾ, അല്ലെ? അപ്പൊ ട്രയാങ്കിൾ, കാരണം ഇത് രണ്ടും ഒരേ ട്രയാങ്കിളിന് സിമിലർ ആയാൽ മാത്രമേ നമുക്ക് രണ്ടിനെയും കൂടെ പരസ്പരം ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂ. സോ വാട്ട് ഈസ് ട്രയാങ്കിൾ ആർ പി ക്യൂ? ആർ പി ക്യൂ എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ സിമിലർ ടു ഏതാണ്? ആർ പി ക്യൂ കറക്റ്റ് അല്ലേ? ഇത് പി എന്ന് പറയുന്നത് ആറിനും ക്യൂ എന്ന് പറയുന്നത് ക്യൂവിനും എം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. എം കറസ്പോണ്ട്സ് ടു പി ആണ്. ഓക്കെ, അപ്പം ഈ ആർ പി ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിള് ഈ ട്രയാങ്കിൾ പി എം ആറിൽ ഏതിന് സിമിലർ ആയിരിക്കും? പി എം ആർ ഞാൻ ഇവിടെ എഴുതാം. പി എം ആർ കറക്റ്റ് അല്ല. പി എം ആർ കറക്റ്റ് ആവും എന്നുള്ളത് നമുക്ക് നോക്കണം. ഓരോന്ന് നോക്കിയേ. ആർ എന്ന് പറയുന്ന ആംഗിൾ രണ്ടിനും കോമൺ ആണ്. യെസ് ഓർ നോ? അല്ലേ? ട്രയാങ്കിൾ ആർ പി ക്യൂവിൽ ഈ ചെറിയ ട്രയാങ്കിൾ നമ്മുടെ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? പി എം ആർ ആൻഡ് ട്രയാങ്കിൾ ആർ പി ക്യൂ. ഇത് രണ്ടിലും ആർ ഈസ് എ കോമൺ ആംഗിൾ ടു ബോത്ത്. അപ്പൊ ഈ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും ട്രയാങ്കിളിൽ ആറ് തന്നെ ആദ്യം വരണം. ഓക്കെ, ഇനി പി എന്ന് പറയുന്ന ഇതിന്റെ 90 ഡിഗ്രി ആണ്. വിച്ച് ഈസ് ദ 90 ഡിഗ്രി ആംഗിൾ ഹിയർ ഇൻ പി എം ആർ? എം. അപ്പൊ എം അവിടെ വരണം. പിന്നെ ഏതാ ബാലൻസ് ഉള്ളത്? ഏതാ പിന്നെ ഏതാ ഉള്ളത്? പി. അപ്പൊ അതങ്ങ് കൊടുത്താൽ പോരെ. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ? ആർ പി ക്യൂ സിമിലർ ടു ഏതിനാ വന്നേ? ആർ എം പി. ആർ പി ക്യൂ ഈ ആർ പി ക്യൂ സിമിലർ ടു ആർ എം പി ആൻഡ് പി എം ക്യൂ സിമിലർ ടു ആർ പി ക്യൂ. രണ്ടും ആർ പി ക്യൂവിന് സിമിലർ ആണ്. നോക്ക്, ഇത് രണ്ടും അപ്പൊ ഈ രണ്ട് സിമിലർ ആവൂലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ആർ എം പി സിമിലർ ടു ട്രയാങ്കിൾ പി എം ക്യൂ ഓർ ട്രയാങ്കിൾ പി എം ക്യൂ സിമിലർ ടു ആർ എം പി. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? ആർ എം ബൈ പി എം ഇസ് ഈക്വൽ ടു എം പി ബൈ എം ക്യൂ ഇസ് ഈക്വൽ ടു ആർ പി ബൈ എന്താണ്? പി ക്യൂ, അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് പി എം സ്ക്വയർ ആണ് കിട്ടാനുള്ളത്. പി എം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പി എം ഉണ്ട്, ഇവിടെ ഒരു, ഇത് എം പി മീൻസ് പി എം, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കി, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ആർ എം ബൈ പി എം ഇസ് ഈക്വൽ ടു പി എം ബൈ ആർ എം. എം പി എന്ന് പറയുന്നത് പി എം ആണല്ലോ, എം ക്യൂ, അല്ലേ? വിച്ച് ഇംപ്ലൈസ് പി എം ഇൻറ്റു പി എം, ദാറ്റ് ഇസ് പി എം സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു എം ക്യൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ആദ്യം ഇതുമായിട്ട് റിലേറ്റ് ആവുന്ന അതേ കറസ്പോണ്ടൻസ് തന്നെ അടുത്തതിന് കണ്ടെത്താൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പാടാണ്. ഇക്വേറ്റ് ചെയ്യാൻ മീൻസ് ഇൻ ദ സെൻസ് ആ സിമിലാരിറ്റി ക്രൈറ്റീരിയ കൊണ്ടുപോകാൻ നമുക്ക് പാടായി പോകും. ഐ തിങ്ക് സെയിം പ്രിൻസിപ്പിൾ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്താൽ മതി. എന്താ, ഇവിടെ ഇത് തന്നെയാണ് നിങ്ങളടുത്ത് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. റിപ്പറ്റീഷൻ ആണ് ആ ക്വസ്റ്റ്യൻ. ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇനി. ഓക്കെ, അടുത്തത്. ABC is an isosceles right angle at C. Prove that. ഇവിടെ നോക്കിയേ, ABC is an isosceles right angled triangle. Isosceles right angled triangle ആണ്. റൈറ്റ് ആംഗിൾഡ് അറ്റ് സി. അപ്പൊ സി എന്ന് പറയുന്നത് അപ്പൊ എയും ബിയും ബി.
Isosceles right angle triangle, right angled at C. So this is very obvious. എന്താണ് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിൽ ഏതൊക്കെ സൈഡ് ആണ് ഈക്വൽ എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഏതൊക്കെ ആയിരിക്കും ഈക്വൽ സൈഡ്സ്? എ സി ആൻഡ് ബി സി ക്യാൻ ബി ഈക്വൽ. കാരണം എ ബിയുമായിട്ട് ഇതിന് ഒരിക്കലും ഈക്വൽ ആവാൻ പറ്റില്ല. ദാറ്റ് ഷുഡ് ബി ദ ലോങ്സ്റ്റ് സൈഡ് ആൻഡ് ഇറ്റ് ഇസ് ദ ഹൈപ്പോട്ടന്യൂസ് ബിക്കോസ് ഇറ്റ് ഇസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. സോ അതുകൊണ്ട് ഈ ആംഗിൾ സി എന്ന് പറയുന്ന 90 ഡിഗ്രി ആയതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് അത് റിമെയിൻസ് ആസ് ദ ലോങ്സ്റ്റ് സൈഡ് ആൻഡ് അതർ ടു സൈഡ് ക്യാൻ ബി ഈക്വൽ. അപ്പൊ ആ സെൻസിൽ നമുക്ക് ഇത് എ ആണെങ്കിൽ ഇതും എ ആണെന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഫ്രം ദിസ് ഫിഗർ വി അണ്ടർസ്റ്റുഡ് വാട്ട് എന്താണ് എ സി ഈക്വൽ ടു ബി സി. ഇത് നമുക്ക് മനസ്സിലായി. എ സിയും ബി സിയും തുല്യമാണെന്ന് മനസ്സിലായി. അപ്പൊ എ സിയും ബി സിയും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മള് പിന്നെ പൈതഗോറസ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് എന്താ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്തോന്ന് എ ബി സ്ക്വയർ അല്ലേ? ശരിയല്ലേ അല്ലേ? ബൈ പൈതഗോറസ്. അപ്പൊ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ ബി സ്ക്വയർ ആണ്. ബട്ട് എ സിയും ബി സിയും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇൻസ്റ്റെഡ് ഓഫ് ബി സി യു സബ്സ്റ്റിറ്റ്യൂട്ട് എ സി there again. So AC square plus AC square which is equal to AB square or 2AC square is equal to AB square. Okay, so we proved it. അപ്പോൾ അതുകൊണ്ടാണ് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 2AB square. Okay, next. ABC is an isosceles triangle with AC equal to BC and AB square to AC square. Prove that triangle ABC is right angle. അത് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക പ്രൂവ് ദാറ്റ് എ ബി സി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ എന്നായിരിക്കില്ല ചോദിക്കുക. പകരം നിങ്ങളുടെ അടുത്ത് ചോദിക്കുക വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക എന്താ വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഈസ് ഫോംഡ് ബൈ ട്രയാങ്കിൾ എ ബി സി. എന്നിട്ട് താഴെ ഐസോസെലസ് ട്രയാങ്കിൾ തരത്തില്ല. റൈറ്റ് ട്രയാങ്കിൾ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇക്വിലാറ്ററൽ തരാം, മനസ്സിലായല്ലേ? പിന്നെ സ്കെയിലിംഗ് ട്രയാങ്കിൾ തരും, മറ്റെന്തെങ്കിലും ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളും തരും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഒപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം ഇതെന്താ നമുക്കൊരു റിലേഷൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്ന റിലേഷൻ? എ സി ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു കോമൺ സെൻസ് നമ്മൾ യൂസ് ചെയ്യണം. എ സിയും ബി സിയും തുല്യമാകുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫിഗർ ഇങ്ങനെ ആയിരിക്കാം ഇരിക്കുന്നത്. കാരണം ഇത് രണ്ടും ഈക്വൽ ആണ്. ദിസ് ഇസ് ലോങ്ങർ ദാൻ ദീസ് ടു സൈഡ്സ്. അപ്പോൾ ഇനി നോക്കിയേ, എ സി ഈക്വൽ ടു ബി സി ഈസ് ഗിവൺ ആൻഡ് വൺ മോർ കണ്ടീഷൻ ഈസ് ഗിവൺ. എന്താണ്? 2AC സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. അതും തന്നിട്ടുണ്ട്. ഇത് രണ്ട് കണ്ടീഷൻസും തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഈസ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാവും ഈ 2AC സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് AC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു AB സ്ക്വയർ അല്ലേ? അപ്പോൾ എന്താ പറയുക? AC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് 1 AC സ്ക്വയർ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് വാട്ട് BC സ്ക്വയർ. സോ ഇറ്റ് ബിക്കം AC സ്ക്വയർ പ്ലസ് BC square is equal to AB square. See, so this is a relation which we actually trying to form. എന്താ കാര്യം? ഇവിടെ ഈ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം സം ഓഫ് ദി സ്ക്വയർസ് ഓഫ് ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ തേർഡ് സൈഡ്. സോ ദിസ് ഇംപ്ലൈസ് ഇറ്റ് ഈസ് എ എന്ത് ട്രയാങ്കിൾ ആണെന്ന് കിട്ടും? ഇറ്റ് ഈസ് എ right triangle. Right triangle. And this angle opposite to the side AB is 90 degrees. So this angle C equal to 90 degree and this a right triangle എന്ന് നമുക്ക് കിട്ടും. Okay, clear? പക്ക? അടുത്ത. Okay, അടുത്ത. ABC is an equilateral triangle of side 2A. Find its altitude. See, നിങ്ങൾ 7th പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇതും. പക്ഷേ ഇവിടെ അതിനെ കുറച്ച് ജനറലൈസ് ചെയ്ത് ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായല്ലേ? അവിടെ നിങ്ങളടുത്ത് ഇത്രയും ജനറലൈസേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഇവിടെ അത് ജനറലൈസ് ചെയ്ത് ചോദിക്കുന്നു അത്രേ ഉള്ളൂ. ABC is an equilateral triangle of side 2A. Find its altitude. അപ്പോൾ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇപ്പം ഇത് 2A തന്നെ തരണമെന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ 2Aക്ക് വരെ A തരാം, X തരാം, whatever it is. ഇപ്പോൾ ഇവിടെ ഫോർ ദ ടൈം ബീങ് അവർ തന്നിരിക്കുന്ന മെഷർ ഓഫ് ദാറ്റ് ലെങ്ത് ഓഫ് ദ സൈഡ് എന്ന് പറയുന്നത് 2A ആണ്. സോ വി ഹാവ് one of the side as 2A. So not only that side, all the sides are actually 2A only. അല്ലേ? ഇപ്പോൾ ABC എന്ന് പറയുന്ന ഇതൊരു
ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഈക്വൽ ആണ്. അത് ഒരു സൈഡ് 2a ആണെങ്കിൽ മറ്റു സൈഡുകളും 2a ആണെന്ന് മനസ്സിലായി. ഫൈൻഡ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. സോ ഇത് അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ട്രയാങ്കിൾ ആണ്. വി നോ ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ്, ഇറ്റ്സ് മീഡിയൻ, ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഇറ്റ്സ് ആംഗിൾ ബൈസെക്ടർ, എവറിതിങ് ഈസ് വൺ ആൻഡ് ദ സെയിം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണോ, അതിന്റെ ആൾട്ടിറ്റ്യൂഡ് ആവട്ടെ, മീഡിയൻ ആവട്ടെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവട്ടെ, ആംഗിൾ ബൈസെക്ടർ ആവട്ടെ, നിങ്ങൾ ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും? ഒരേ സാധനം തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഇറ്റ് ഇസ് ദ ലൈൻ സെഗ്മെന്റ് drawn from a vertex which is perpendicular to its opposite side. So ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതാണ് കണ്ടീഷൻ ഫോർ ആൻ ആൾട്ടിറ്റ്യൂഡ്. ബട്ട് ദ സെയിം ആൾട്ടിറ്റ്യൂഡ് ഈസ് ഇറ്റ്സ് മീഡിയൻ ആൾസോ, അല്ലെ? ഇതിന്റെ മീഡിയൻ തന്നെയാണ് ഈ ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ നമ്മൾ ഡി എന്നുള്ള പോയിന്റിന്റെ സ്പെസിഫിക്കേഷൻ എന്താ? AD is an altitude. നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് ഒരു ആൾട്ടിറ്റ്യൂഡ് ആണ്. ബട്ട് വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദിസ് പോയിന്റ് ഡി? ഡിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? എന്ത് പറയാടേ? എന്താണ്? AD പെർപെൻഡിക്കുലർ, വേറെ എന്തോ ഡി എന്താണെന്നാ ഞാൻ ചോദിച്ചത്. ഇറ്റ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC because AD is not only its altitude, it is its median also. AD is median too, അല്ലേ? എന്താ കാര്യം? AD യുടെ പ്രത്യേകത, നിങ്ങൾ ആൾട്ടിറ്റ്യൂഡ് വരച്ചോളൂ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ സെഗ്മെന്റ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ്. ബട്ട് സിൻസ് ഇറ്റ് ഈസ് an equilateral triangle, the median, altitude, perpendicular bisector, you draw a perpendicular bisector to this BC, that will pass through what? This point A. You draw an angle bisector to this angle A, that surely pass through D. ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആംഗിൾ ബൈസെക്ടറും ഈ ആൾട്ടിറ്റ്യൂഡും മീഡിയനും എല്ലാം ആർക്ക് സെയിം ആണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സെയിം ആണ്. ഇതുപോലെ ഒരിടത്ത് സംഭവിക്കുന്നുണ്ട്. എവിടെ ആയിരിക്കും എന്ന് അറിയാമോ? എവിടെ ആയിരിക്കും? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഞാൻ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ സഫിഷ്യന്റ് കണ്ടീഷൻസ് ഫോർ സർട്ടൻ ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം ഈ ഫാക്റ്റ് ഒക്കെ. അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫിക് ആയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു കേസിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്, അറിയാവോ? ഏതാണ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏത് കേസിലാണ് മോളെ? ഈക്വൽ അല്ലാത്ത സൈഡിലോട്ട് വരയ്ക്കുന്ന മീഡിയനും ഇതിന് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ, ഇതിന് പറയുന്നത് വെർട്ടെക്സ് ഓഫ് ദാറ്റ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകതയാണ്. അപ്പൊ ഈ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന, അതായത് നോൺ ഈക്വൽ സൈഡിലേക്ക്, ഇവിടെ ഈക്വൽ അല്ലാത്ത സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആവട്ടെ, ആൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ, സോറി, that is perpendicular, its median, altitude, perpendicular bisector, angle bisector, എല്ലാം ഒരേ സാധനമായിരിക്കും. ഇറ്റ് വോണ്ട് ബി ഡിഫറെന്റ്. അപ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു ആംഗിളിന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഈ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്, ഇതിനെ വെർട്ടിക്കൽ ആംഗിൾ എന്നാണ് പറയുന്നത്. ഈ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന ഈ ഐസോസെലസ് ട്രയാങ്കിളിൽ ഈ ഒരു ആംഗിളിന് മാത്രമേ, ഇത് രണ്ട് ഈക്വൽ ആംഗിൾ ആണ്. ഇത് ഈക്വൽ അല്ലാത്ത ആംഗിൾ ആണ്. ഇതും കൂടെ ഇതിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് എന്തായി പോകും? ഒരു ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആവും. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആംഗിൾ അല്ലാത്ത മറ്റേ ആംഗിളിൽ നിന്ന് വരയ്ക്കുന്ന ആംഗിൾ ബൈസെക്ടർ ആവട്ടെ, ആൾട്ടിറ്റ്യൂഡ് ആവട്ടെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവട്ടെ, ഇതെല്ലാം ഒരേ സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ കിടക്കണം കേട്ടോ. ഇത് എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും, അത് ഓർമ്മിച്ചാൽ മതി. സോ ഇവിടെ നോക്കിയേ, ഡി ഈസ് ഇറ്റ്സ് മിഡ് പോയിന്റ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആണ്. സോ ഇഫ് ഡി ഈസ് ദ മിഡ് പോയിന്റ്, വാട്ട് അബൌട്ട് ദ ലെങ്ത് BD? എന്താണ് ലെങ്ത് BD? A അല്ലേ? ബിക്കോസ് ഡി എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് BD ബിക്കും A. ആൻഡ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ് എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ആൾസോ വെരി സിമ്പിൾ. ബിക്കോസ് ഒരു ആൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി, അത് തന്നെയായിരിക്കും മറ്റു ആൾട്ടിറ്റ്യൂഡിന്റെയും ലെങ്ത്. കാരണം എന്താ? എല്ലാ സൈഡും തുല്യമല്ലേ. അപ്പൊ ഇതേ പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും ഇത് എല്ലാ സൈഡിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് ദ ലെങ്ത് ഓഫ് ദ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് the altitudes drawn from the other vertices too. അപ്പൊ മറ്റു വെർട്ടിസസിൽ നിന്ന് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡിലെല്ലാം തന്നെ ഇതേ ലെങ്ത് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട AD ആണ്. സോ എങ്ങനെ AD കണ്ടുപിടിക്കുക? വാട്ട് ഈസ് AD? നമ്മളിവിടെ എന്താ റിലേഷൻ?
ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് റിലേഷൻ അപ്ലൈ ചെയ്യാം? പറഞ്ഞേ. AB square equal to BD square plus AD square. അതെ, AD square plus BD square is equal to അതിനെ രണ്ട് ട്രയാങ്കിൾ ആക്കിയിട്ട് അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്താ മോളെ പറഞ്ഞോ? അത് സൈഡായിട്ട് എടുത്തിട്ട് റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് കണ്ടുപിടിച്ചിരുന്ന പോലെ. അതാണ് ശരിക്കും അതാണ് പൈതഗോറസിന്റെ പ്രോപ്പർട്ടി നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ആണ്. AD square plus BD square is equal to AB square ആണ്. ഗുഡ് അല്ലേ? അപ്പൊ ഇവിടെ AD square ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ AD square is equal to മറ്റെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് BD? BD is length A and what is AB? It is 2A the whole square. So what is AD square from this? 2A square minus A square. 2A square. 2A the whole square. That is 4A square minus A square. What is it? 3A square. So what is AD then? Root 3A. കണ്ടോ? അപ്പൊ നമുക്ക് root 3A കിട്ടി. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ ഒരു ഫോർമുല പറഞ്ഞു, ഹിറോൺസ് ഫോർമുല ഉപയോഗിച്ച് ഡെറൈവ് ചെയ്യാന്ന്, ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നിങ്ങൾ അല്ലാതെ ഒന്ന് പറഞ്ഞ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇത് നോക്കിയിട്ട് എന്തായിരിക്കും ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? ഹാഫ് BH വെച്ചിട്ടൊന്ന് പറഞ്ഞേ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് ഇറ്റ്സ് ബേസ്? ഹാഫ് ഇൻറ്റു 2 into root 3. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടുക root 3A square ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു root 3/4A square ആണ്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിത്ത് എ പ്രിസംപ്ഷൻ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഈസ് ടേക്കൺ ആസ് A. ഇവിടെ എത്രയാണ് എടുത്തിരിക്കുന്നത്? 2A എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യു ഫൈൻഡ് ദ ആൾട്ടിറ്റ്യൂഡ് ഫോർ ദ ട്രയാങ്കിൾ ഹൂ സൈഡ്സ് ആർ A. അപ്പൊ ഇവിടെ എന്തായിട്ട് വരും? ഇത് A/2 ആവും. മനസ്സിലായല്ലേ? ആ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കുക? ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് root 3/2A. അപ്പൊ നിങ്ങൾക്ക് root 3/4A square. മനസ്സിലായല്ലേ? ഇവിടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? root 3A square because the length of the side is taken as 2A. Clear? Yes sir. Prove that the sum of the squares of the sides of the rhombus is equal to the sum of the squares of its diagonal. Okay. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ ഡയഗണൽ, സൈഡ്സിന്റെ സ്ക്വയർ തന്നേക്കും. മനസ്സിലായോ? സ്ക്വയർ ഓഫ് ഒരു സൈഡ് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നോക്കാം. റെക്ടാങ്കിൾ ആണെങ്കിലോ ഇതാണെങ്കിലോ പ്രശ്നമില്ല. പക്ഷെ ഇത് ബുദ്ധിമുട്ടാണ്. ഇത് ബുദ്ധിമുട്ടെന്ന് പറയാൻ കാരണം ഇതിന്റെ ആംഗിൾ നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇറ്റ്സ് എ റോംബസ്. എന്താണ് ഒരു സൗണ്ട്? ചായ കുടിക്കുന്നതാണോ? പശു വെള്ളം കുടിക്കുന്ന പോലെ ഉണ്ടല്ലോ ചായ കുടിക്കുന്നത്. ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതൊരു സ്ക്വയർ ആയിരുന്നു എങ്കിൽ നമുക്ക് ഇപ്പൊ അപ്ലൈ ചെയ്ത ഇത് തന്നെ അപ്ലൈ ചെയ്യാം. കാരണം എന്താ? ഇതിന്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. പക്ഷെ ഇവിടെ സ്ക്വയർ അല്ല. അപ്പൊ നമുക്ക് അറിയില്ല ഇത് ശരിക്കും. അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനിത് AB എടുത്തു, CD ഒരു എന്താണ് റോംബസ് ആണെന്ന് അറിയാം. സോ നമുക്ക് അറിയാവുന്നത് ആകെ കൂടെ ഇതാണ്. AB ഈക്വൽ ടു BC ഈസ് ഈക്വൽ ടു CD ഈക്വൽ ടു AD. ഇത്രേ നമുക്ക് അറിയാവൂ. അവരിപ്പോൾ ലെങ്ത് ഓഫ് ദ വൺ ഓഫ് ഇറ്റ് സൈഡ് ഗിവൺ ആസ് വാട്ട് സം 6 സെന്റിമീറ്റർ തന്നു വെച്ചു. നിങ്ങളുടെ ചോദിക്കും വാട്ട് ഈസ് AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ എന്നിട്ട് കുറച്ച് ഓപ്ഷൻ തരും. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്താനുള്ളത് സിൻസ് ഇറ്റ് ഇസ് എ റോംബസ് നമുക്ക് ഇതിനെ ഈ രീതിയിലൊരു റിലേഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തണം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് കിടക്കും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫെമിലറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്.
ഇത് നേരെ മറിച്ച് ഞാൻ ഇതൊരു കോൺസെപ്റ്റായി മാത്രം നിങ്ങളെടുത്ത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണമെന്നൊന്നുമില്ല. നമ്മളിത് പ്രോബ്ലം ചെയ്യുന്നത് മെത്തേഡ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, യെസ് ഇറ്റ്സ് എ പോസിബിലിറ്റി, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ബിക്കോസ് ഇറ്റ് വാസ് ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലേക്ക് വരും എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നത്. ഇല്ല എൻ്റെ പ്രൂഫ് പറയേണ്ട ആവശ്യമില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. നോക്ക്, ഇതിൻ്റെ ഡയഗണൽസ് ഇതാണ് അല്ലേ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിൽ കിടക്കണം. വാട്ട് ടു ബി പ്രൂവ്ഡ്? ടു പ്രൂവ് എന്താണ്? സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ റോംബസ് ഇസ് ഈക്വൽ ടു എന്താണ്? പറഞ്ഞേ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ? സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദിസ് റോംബസ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ. ഡയഗണലിന്റെ സ്ക്വയർ ആയിട്ട് വരണമെന്ന് പറയാം അല്ലേ? ഇവിടെ ഒരു കാര്യം നോക്കിയാൽ ഈ എ ബിയും ബി സിയും സി ഡിയും എ ഡി ഒക്കെ ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓൾ ദിസ് ഈക്വൽ ടു സം എ ബി എന്നോ അല്ലെങ്കിൽ ഈക്വൽ ടു എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ദാറ്റ് ഈസ് 4a സ്ക്വയർ അല്ലേ? ഇത് എ ആണ് ലെങ്ത് എങ്കിൽ 4a സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ഡി ബി സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ബിക്കോസ് എല്ലാ ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കും. ഇനി ഇതിൽ ഒരു പ്രോപ്പർട്ടി, ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, സ്ക്വയർ റിലേഷൻ വരുമ്പം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതെന്താണ് ഈ പ്രത്യേകത? എ സിയും ബി ഡിയും എന്താണ്? ഡയഗണൽസ് ഓഫ് വാട്ട്? എന്താണ് ഡയഗണൽസ് ഓഫ് വാട്ട്? റോംബസ്. ഈ ഡയഗണൽസ് ഓഫ് റോംബസ് എന്താ പ്രത്യേകത? നോട്ട് ഓൺലി ബൈസെക്ടിങ്, മറ്റെന്തോ ഒരു പ്രത്യേകത കൊണ്ടും. എന്താണ് ഇത്? ബൈസെക്ടിങ് ആണോ? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഇത് റോംബസ് ആയതുകൊണ്ടാണ്. For rhombus it is true, but for a parallelogram it need not be perpendicular, but they bisect each other അല്ലേ? പാരലോഗ്രാം ആണെങ്കിൽ ബൈസെക്ട് each other എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് എന്താണോ എന്ന് നിർബന്ധമില്ല, പെർപെൻഡിക്കുലർ ആവണോ എന്ന് നിർബന്ധമില്ല. ബട്ട് സിൻസ് ഇറ്റ് ഇസ് ഗിവൺ ആസ് എ rhombus, it's a perpendicular bisector. Not only for the rhombus, but for the square also it is a perpendicular bisector. But in the case of square, not only perpendicular bisected, they are equal also അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരണം, 9th പഠിച്ചതാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. സോ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പോൾ നമുക്ക് വാട്ട് അബൌട്ട് ദ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. എന്താ ഇതിപ്പോൾ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം ഈ ട്രയാങ്കിളിനെ കുറിച്ചിട്ട്? എന്ത് പറയാണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. പറഞ്ഞേ, എന്ത് പറയാൻ പറ്റുന്നുണ്ട്? എന്ത് പറയാൻ പറ്റുന്നുണ്ട്? ഈ ട്രയാങ്കിളിനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതൊരു ഇവിടെ പൈതഗോറിയൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വല്ല ചാൻസും ഉണ്ടോ? അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താ കിട്ടുക നിങ്ങൾക്ക്? AO സ്ക്വയർ പ്ലസ് OB സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ. നമ്മൾ ഹാപ്പിയാണ്, AB സ്ക്വയർ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് AOയും OBയും അല്ല, പകരം ഏതാ വേണ്ടത്? AC സ്ക്വയർ ആൻഡ് BD സ്ക്വയർ ആ വേണ്ടത്. പക്ഷെ അതിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? AO ടു AC എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ ചിന്തിച്ചാ പോരെ? AO എന്ന് പറയുന്നത് ഓക്കെ, അത് നമുക്കറിയാം. പക്ഷെ എന്നാലും AO എന്ന് പറയുന്നതിന് AC-യുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. AO ഈസ് ഈക്വൽ ടു OC അല്ലേ? അത് ഓക്കെ. ഞാൻ ചോദിച്ചത് AO, ഹൗ ഡു യു റിലേറ്റ് ദിസ് AO ടു AC? AO ആൻഡ് AOക്കും OCക്കും AC half AC. So instead of AO, it can be written as what? AC by 2 എന്ന് കൊടുത്തൂടെ?
കൊടുത്തൂടെ? കൊടുത്തൂടെ? See, AO equal to OC, നിങ്ങൾ പറഞ്ഞ ട്രൂ ആണ്. AO equal to OC holds only when this O become the midpoint of AC. അപ്പൊ ഈ O എന്ന് പറയുന്ന മിഡ് ഓഫ് AC ആണെങ്കിൽ ലെങ്ത് ഓഫ് AO എന്ന് പറയുന്നത് ഹാഫ് ഓഫ് AC ആയിരുന്നല്ലേ പറ്റുള്ളൂ. So that is simple. It is AC by 2 the whole square plus what is OB? What is OB? BD by 2. It is BD by 2 the whole square. See, ഇത് ഒരു ടൈപ്പ് ഓഫ് എലിമിനേഷൻ ആണ്. എലിമിനേഷൻ ടു ദ റിക്വയർഡ് വാട്ട് തിങ്. അത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലായി നമ്മുടെ ആൻസറിനെ സംബന്ധിച്ചിടത്തോളം there is no AO, there is no OB and all. What we require is AC square and BD square. So we have to mold this situation to that level. അപ്പോൾ അതെങ്ങനെ നമ്മൾ മോൾഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ലോജിക്കാണ് നമുക്ക് വരുന്നത്. AOയും ACയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യും? യെസ്, AO എന്ന് പറയുന്നത് ഹാഫ് ഓഫ് AC ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് AC by 2 ആൻഡ് BD എന്ന് പറയുന്നതിന്റെ ഹാഫ് ആണ് BO. സോ BD by 2 the whole square which is equal to AB square that we know exactly. അപ്പോൾ എന്താ? It is AC square by 4 plus BD square by 4 is equal to AB square. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC square plus BD square the whole divided by 4 is equal to AB square or AC square plus BD square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4AB square. അപ്പോൾ ഈ 4AB square നമുക്ക് എങ്ങനെ എഴുതാം? AB square plus AB square plus AB square plus AB square അങ്ങനെ എഴുതിക്കൂടെ? And each of these AB can be substituted as what? AB, BC, CD and AD. So substitute you get it is equal to AB. Replace. നമ്മൾ ഏതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ അല്ലേ? ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? ദാറ്റ് ഈസ് AB സ്ക്വയർ പ്ലസ് എന്ത് കൊടുക്കാം? BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ആയിട്ട് മാറും. അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ കോണ്ടന്റ് മനസ്സിലായല്ലോ. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആയല്ലോ ഇല്ലേ? മനസ്സിലായല്ലേ? മനസ്സിലായോ? ഹലോ ഹലോ sir. ഓക്കെ. ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്തോട്ടെ. ഒരു 3 minutes. 9:55 വിടാം. എന്താ? Okay, sir. ഇവിടെ O is a point in the interior of a triangle ABC. Okay, OD perpendicular to BC, OE perpendicular to AC, then OF perpendicular to AB. These are actually perpendiculars. ഇനി അവർ ചോദിച്ചാൽ ഷോ ദാറ്റ് OA സ്ക്വയർ. അപ്പോൾ OA സ്ക്വയർ ഇവിടെ വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും. സിൻസ് OA സ്ക്വയർ ഈസ് നെസസറി, ഇവിടെ OA സ്ക്വയർ വേണം. നോക്കിയേ, ഇവിടെ നമുക്ക് OA സ്ക്വയർ വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യപ്പെട്ടു എന്ന് അർത്ഥം. ശരിയല്ലേ? ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യപ്പെട്ടു എന്ന് അർത്ഥം. നോക്ക്, OA സ്ക്വയർ അല്ലേ? ആൻഡ് OB സ്ക്വയർ ഈസ് റിക്വയർഡ്, സോ അനദർ ട്രയാങ്കിൾ ഈസ് ഫോംഡ്. And OC square is required, so another triangle is formed. ഇനി ഇപ്പം നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ് OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ മൈനസ് OD സ്ക്വയർ മൈനസ് OE സ്ക്വയർ മൈനസ് OF സ്ക്വയർ ഇസ് ഈക്വൽ ടു AF സ്ക്വയർ പ്ലസ് BD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല.
ഇവിടെ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് AF² എങ്ങനെ കിട്ടും? ക്യാൻ യു സീ എ റൈറ്റ് ട്രയാങ്കിൾ ദെയർ ഇൻ വിത്ത് എ സൈഡ് AF? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉള്ള ഒരു സൈഡ് AF ഉള്ള ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? റൈറ്റ് ട്രയാങ്കിൾ വിത്ത് സൈഡ് AF കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. എന്താണ്? അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ഡിഫൈൻ വാട്ട് ഈസ് AF² ഇൻ ഇറ്റ്? ഏത് ട്രയാങ്കിൾ അത്? ട്രയാങ്കിൾ AFO അല്ലേ? വാട്ട് ഈസ് AF² ഫ്രം ദാറ്റ് ട്രയാങ്കിൾ? ഇതിൽ AF² എന്തായിരിക്കും? AO² minus FO². AO² മൈനസ് FO². ശരിയല്ലേ? അതുപോലെയാണ് വാട്ട് ഈസ് BD²? പറയാവോ? വാട്ട് ഈസ് BD²? അപ്പോൾ ഏതാ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക? ട്രയാങ്കിൾ BDO. വാട്ട് ഈസ് BD²? BO² minus OD². BO² മൈനസ് OD². വാട്ട് ഈസ് ട്രയാങ്കിൾ? അടുത്ത ഏതാ വേണ്ടത് നമുക്ക്? CE². അപ്പോൾ CE വരുന്നത് ഏതാ? CO അല്ലേ? CD² is equal to പറഞ്ഞേ. CD² is equal to CO² plus CE² അല്ലേ? സോറി, CE² is equal to CO² പ്ലസ് ആണോ? CO² മൈനസ് അല്ലേ? Yes, sir. ഇനി നമുക്ക് ഇതിന്റെ സമ്മ വേണ്ടത്. ഇത് ഇക്വേഷൻ 1 ആയിട്ടും ഇത് 2 ആയിട്ടും ഇത് 3 ആയിട്ടും ആണ് എടുക്കുന്നതെങ്കിൽ ദ സം ഓഫ് ഓൾ ദ 3 1 + 2 + 3 എന്തായിരിക്കും? AF² plus BD² plus CE² is required. നോക്കിയേ, ഇത് മൂന്നും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? AO², BO² and CO² together. That is AO² plus BO² plus CO², then minus FO² minus OD² minus OE². അതല്ലേ നമുക്ക് വേണ്ടത്. സോ വി പ്രൂവ്ഡ് ഇറ്റ്. ഇനി അവർ അതുപോലെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ AF² plus BD² plus CE², അതായത് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിട്ട് വരണം? AE². എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് CD², ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയറിന് തുല്യമാണെന്ന് പറയണം. അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ AE² തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ വാട്ട് ഈസ് AE² ഫ്രം ദിസ് ഫിഗർ? പറഞ്ഞേ, വാട്ട് ഈസ് AE²? വാട്ട് ഈസ് AE² ബൈ ടേക്കിംഗ് ട്രയാങ്കിൾ AEO? AE² എന്താണ് AE² എന്ന് പറയുന്നത്? AO² minus OE². AO² മൈനസ് OE². മതി. ഇത് നിങ്ങളൊന്ന് നോക്കിയേ, ഈ AO² ഇവിടെ ഉണ്ടോ? ഇതിനകത്ത് ഉണ്ടല്ലോ. അടുത്ത OE² ഇതിനകത്തുണ്ടോ? ഉണ്ടല്ലോ. അതായത് ഇത് സം ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് സാധനങ്ങളാണ് AO² OE². അത് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏതായി മാറും? AE² ആയിട്ട് മാറും. അതായത് ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇതേ ആൻസർ തന്നെയായിരിക്കും. ഏത്? ഇതേ ആൻസർ തന്നെയായിരിക്കും നിങ്ങൾ AE² പ്ലസ് CD² പ്ലസ് BFB² കണ്ടുപിടിച്ചാലും കിട്ടാവുന്നത്. അതിൻ്റെ അർത്ഥം ഇത് രണ്ടും തുല്യമാണെന്നാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം സമയം ഇപ്പം 9:58 ആയി. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡിസ്കസ് ഇറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. പൊയ്ക്കോളൂ.